ഉത്തര കൊറിയ തങ്ങളുടെ ആണവ നയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയതായാണ് റിപ്പോർട്ടുകൾ. പരമാധികാരിയായ കിം ജോങ് ഉൻ ഏതെങ്കിലും വിദേശ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭരണം നടത്താൻ കഴിയാത്ത വിധം അപകടം സംഭവിക്കുകയോ ചെയ്താൽ ശത്രുരാജ്യങ്ങൾക്ക് നേരെ ഉത്തര കൊറിയൻ സൈന്യം തനിയെ ഒരു ആണവാക്രമണം നടത്തുമെന്നാണ് ഈ ഭേദഗതി വ്യക്തമാക്കുന്നത്. 15ാം സുപ്രീം പീപ്പിൾസ് അസംബ്ലിയുടെ ആദ്യ സമ്മേളനത്തിലാണ് ഈ കടുത്ത തീരുമാനം രാജ്യം ഔദ്യോഗികമായി പാസാക്കിയെന്നാണ് വിവരം. ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് ഏജൻസിയായ നാഷണൽ ഇന്റലിജൻസ് സർവീസാണ് ഈ തന്ത്രപ്രധാനമായ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. പുതിയ നിയമപ്രകാരം രാജ്യത്തിന്റെ ആണവായുധങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം കിം ജോങ് ഉന്നിൽ തന്നെ നിലനിൽക്കും. എന്നാൽ അദ്ദേഹത്തെ ലക്ഷ്യമാക്കി ഒരു ആക്രമണം ഉണ്ടായാൽ എങ്ങനെ തിരിച്ചടിക്കണം എന്ന് പുതിയ ഭേദഗതിയിലെ ആർട്ടിക്കിൾ 3 കൃത്യമായി പറയുന്നു. ഉത്തര കൊറിയയുടെ ആണവ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനം ശത്രുക്കളുടെ ആക്രമണത്താൽ അപകടത്തിലായാൽ ഉടനടി യാതൊരുവിധ മുൻകൂർ അനുമതിയും കൂടാതെ തനിയെ ആണവ ആക്രമണം ആരംഭിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. വെനിസ്വലയിലെയും ഇറാനിലെയും മുൻനിര നേതാക്കളെ അമേരിക്കൻ സൈന്യം വധിക്കുകയും കീഴടക്കുകയും തടവിലാക്കുകയും ചെയ്തതോടെ കിം ജോങ് ഉന്നിന്റെ ഭരണം കടുത്ത ആശങ്കയിലായിരുന്നു. സ്വന്തം ജീവന് സുരക്ഷ ഉറപ്പാക്കാനുള്ള നീക്കമായിട്ടാണ് കിം ജോങ് ഉൻ ഈ ആണവ തന്ത്രം ഒരുക്കിയിരിക്കുന്നതെന്നും പ്രതിരോധ വിദഗ്ധർ പറയുന്നു. എന്താണ് റഷ്യയുടെ ഡെഡ് ഹാൻഡ് എന്നത് പലപ്പോഴും ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. ഒരു ഓട്ടോമാറ്റിക് ആണവ ആക്രമണം ആണ് റഷ്യ ഡെഡ് ഹാൻഡിലൂടെ ഉദ്ദേശിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചെടുത്ത പെരിമീറ്റർ സംവിധാനത്തെയാണ് ലോകം ഡെഡ് ഹാൻഡ് എന്ന് വിളിക്കുന്നത്. സൈനിക ഫ്രീക്വൻസികൾ, അന്തരീക്ഷ മർദ്ദം, റേഡിയേഷൻ, ഭൂചലനങ്ങൾ എന്നിവ നിരീക്ഷിക്കുന്ന ഈ സംവിധാനം റഷ്യക്ക് നേരെ ഒരു ആണവ ആക്രമണം നടന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ കമാൻഡ് റൂമിൽ ഒരൊറ്റ മനുഷ്യൻ പോലും ജീവനോടെ ഇല്ലെങ്കിലും ഭൂഗർഭ അറകളിലുള്ള റഷ്യൻ മിസൈലുകൾ തനിയെ വിക്ഷേപണ കോഡുകൾ നൽകി ശത്രുരാജ്യങ്ങളിലേക്ക് തൊടുത്തുവിടും. എന്നാൽ ഉത്തര കൊറിയക്കും ഇത്തരമൊരു അത്യാധുനിക സാങ്കേതികവിദ്യ നിലവിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ മിലിറ്ററി വിദഗ്ധർക്ക് ഇപ്പോഴും സംശയമാണ്. ചൈനയും സമാനമായ രീതിയിൽ AI ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മിസൈൽ വിക്ഷേപണ സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് സൂചന. എന്നാൽ ആണവായുധങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വിട്ടുകൊടുക്കുന്നത് അപകടമാണെന്ന് ചരിത്രം തെളിയിച്ചിട്ടുമുണ്ട്. 1983 സെപ്റ്റംബർ 26 സോവിയറ്റ് യൂണിയന്റെ ഉപഗ്രഹങ്ങൾ ഒരു തെറ്റായ മുന്നറിയിപ്പ് നൽകി. അമേരിക്ക 5 മിസൈലുകൾ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലേക്ക് വിക്ഷേപിച്ചു എന്നായിരുന്നു ആ തെറ്റായ മുന്നറിയിപ്പ്. അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ലഫ്റ്റനന്റ് കേണൽ സ്റ്റാനിസ്ലാവ് പെട്രോവ് എന്ന സോവിയറ്റ് ഉദ്യോഗസ്ഥൻ തന്റെ യുക്തി ഉപയോഗിച്ച് ആ മുന്നറിയിപ്പ് അവഗണിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നത്. അന്ന് ലോകം ഒരു ആണവ യുദ്ധത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. മേഘങ്ങളിൽ തട്ടി പ്രതിഫലിച്ച സൂര്യപ്രകാശത്തെയാണ് അന്ന് കമ്പ്യൂട്ടറുകൾ മിസൈലുകളായി തെറ്റായി രേഖപ്പെടുത്തിയത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മനുഷ്യൻ പകരം ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമാണ് ആ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ലോകം അന്നത്തോടെ അവസാനിക്കുമായിരുന്നു. അമേരിക്കയിൽ ഇത്തരം മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അന്തിമ തീരുമാനം എടുക്കാൻ എപ്പോഴും ഒരു മനുഷ്യൻ ആവശ്യമാണ്. റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും ഇത്തരം ഡെഡ് ഹാൻഡ് നയങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഒരു സന്ദേശവുമുണ്ട്. ഞങ്ങൾ ഇല്ലാതായാൽ അതോടെ ലോകവും ഇല്ലാതാകും എന്നൊരു കടുത്ത ഭീഷണിയാണ് അവർ ഉയർത്തുന്നത്. ആരെങ്കിലും തങ്ങളെ ആക്രമിക്കുന്നത് തടയാൻ ഇത്തരം ആണവ ഭീഷണികൾ കൊണ്ട് ഈ രാജ്യങ്ങൾക്ക് സാധിക്കുന്നുമുണ്ട്.